വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പറവൂർ ഗവൺമെന്റ് ടൗൺ മോഡൽ LP സ്കൂളിന്റെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MJ രാജു, KJ ഷൈൻ, സജി നമ്പിയത്ത്, D രാജകുമാർ, TV നിതിൻ, സബിത നിഷാദ്, പുല്ലൻ തോമസ് ഡെൻസി, ജെസിമോൾ ജോഷുവ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. നമ്മുടെ ഒരു പുതിയ കെട്ടിടത്തിനുള്ള തറക്കല്ലിടലാണ് ഇവിടെ നടന്നത്. ഏറെക്കാലമായിട്ടുള്ള നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബഹുമാന്യനായ ശ്രീ VD സതീശൻ MLA അദ്ദേഹം നമ്മളെ മനസ്സ് തുറന്ന് സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള അദ്ദേഹത്തോടുള്ള വിശാലമായ നന്ദി ഈ പ്രദേശത്തെ ആളുകളുടെ, ഈ സ്കൂളുകളുടെ ആളുകളുടെ മുഴുവൻ പേരുടെയും രേഖപ്പെടുത്തുന്നു. തിരക്കുണ്ട്, അദാലത്ത് നടക്കുന്നുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുദീർഘമായി മറ്റൊന്നും പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLAയും ചെയർപേഴ്സണെയും വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുള്ള രക്ഷകർത്താക്കളും ഈ സ്കൂളിന്റെ നല്ലവരായ അഭ്യുതാകാംക്ഷികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് സംസാരിക്കാൻ ബഹുമാനായ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് ബഹുമാന VD സതീശൻ അവരുടെ ക്ഷണിച്ചോളൂ. വളരെ സന്തോഷകരമായ ചടങ്ങാണ്. നമുക്കിവിടെ ഒരു നല്ല സ്കൂൾ കെട്ടിടം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം രക്ഷകർത്താക്കളും അധ്യാപകരും ജനപ്രതിനിധികളും ശ്രീ രാജകുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും പങ്കുവച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ വർഷം 2 സ്കൂളിലാണ് ഗവൺമെന്റിൽ നിന്നുള്ള അനുമതി കിട്ടിയത്. അപ്പോൾ അതിന് ഒന്നാമത്തെ പ്രപ്പോസൽ നമ്മൾ കൊടുത്തത് സ്കൂളിൻ്റെയാണ്, രണ്ടാമത്തത് ഏരിക്കര സ്കൂളിൻ്റെയാണ്. 2 സ്കൂളിലും 2 കോടി രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. 2 കോടി രൂപയുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള, ഏറ്റവും നല്ല രീതിയിലുള്ള, നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു കെട്ടിട സമുച്ചയം അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ആ 2 കോടി രൂപ വീതമുള്ള 2 ശിലാസ്ഥാപന കർമ്മങ്ങളും നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചൊരു പുതിയ ഹാള് 1 കോടി രൂപ, 1.5 കോടി രൂപയാവും. അങ്ങനെ 5.5 കോടി രൂപയുടെ 3 സ്കൂളുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ശിലാസ്ഥാപനം നിർവഹിച്ചിരിക്കുന്നത്. സന്തോഷകരമായ ദിവസമാണ്. ഞാൻ ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു.